ഓട്ടോ എക്സ്പോയിൽ അവതരിപ്പിച്ച രണ്ടാം തലമുറ ഹ്യുണ്ടായി ക്രേറ്റ മാർച്ച് 17-ന് ഇന്ത്യയിൽ വിൽപ്പനയ്ക്കെത്തും. എസ്യുവിക്കായുള്ള ബുക്കിംഗുകളും ചില ഡീലർഷിപ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഷാങ്ഹായ് മോട്ടോർ ഷോയിൽ പ്രദർശിപ്പിച്ച ഹ്യുണ്ടായി iX25 എസ്യുവിയുടെ പുനർനിർമ്മിച്ച പതിപ്പാണ് പുതിയ ക്രേറ്റ. നിലവിലെ മോഡലുമായി താരതമ്യം ചെയ്യുമ്പോൾ അടിമുടി മാറ്റങ്ങളോടെയാണ് മിഡ് സൈഡ് എസ്യുവി വിഭാഗത്തിലേക്ക് ക്രേറ്റ എത്തുന്നത്. ഒന്നാം തലമുറ മോഡലിനെ പോലെ കാഴ്ചയിൽ ആകർഷകമല്ലെന്ന സംസാരവും വാഹനപ്രേമികളിൽ നിന്നും ഉയരുന്നുണ്ട്. ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന 2020 ഹ്യുണ്ടായി ക്രേറ്റ മാർച്ച് 17-ന് ഇന്ത്യൻ വിപണിയിൽ വിൽപ്പനയ്ക്കെത്തിക്കുമെന്നാണ് കമ്പനി വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. പുതിയ മോഡലിനായുള്ള ഔദ്യോഗിക ബുക്കിംഗുകൾ അതിനു മുൻപായി മാത്രമേ ആരംഭിക്കൂ. എങ്കിലും ചില ഡീലർഷിപ്പുകൾ ഇതിനകം തന്നെ പുത്തൻ ക്രേറ്റയ്ക്കായുള്ള അനൌദ്യോഗിക ബുക്കിംഗ് സ്വീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 2018 ക്രേറ്റയ്ക്ക് ലഭിച്ച വിവാദപരമായ കോസ്മെറ്റിക് നവീകരണം അവഗണിക്കാനാവുന്നതല്ല. ഹെഡ് ലാമ്പുകളും DRLകളും മുകളിൽ സ്ഥാപിക്കുന്ന പുതിയ പ്രവണത ഇതും പിന്തുടരുന്നു. ഹ്യുണ്ടായിയുടെ സിഗ്നേച്ചർ കാസ്കേഡിംഗ് ഗ്രില്ലാണ് മുൻവശത്തെ പ്രധാന ഘടകം. ഇത് വാഹനത്തിന് ഏറെ പുതുമ നൽകാൻ സഹായിച്ചിട്ടുണ്ട്. സി പില്ലറിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു സിൽവർ പ്ലേറ്റിംഗ് എസ്യുവിയുടെ വശങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ എസ്യുവി 17 ഇഞ്ച് 5 സ്പോക്ക് അലോയ് വീലുകളോടെയാകും വിപണിയിലെത്തുക. മുൻ മോഡലുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പിൻഭാഗവും ഏറെ വ്യത്യസ്തമായി കാണപ്പെടുന്നു. ടെയിൽ ലാമ്പുകൾ വളരെ രസകരമാണ്, കാരണം അവ ഹെഡ് ലാമ്പുകളുടെ അതേ ലേഔട്ടിലാണ് ഒരുക്കിയിട്ടുള്ളത്. ഒരു പരിധിവരെ ബമ്പറിന്റെ രൂപകൽപ്പനയും സമാനമാണ്. ഏപ്രിലിൽ പുതിയ BS6 മലിനീകരണ മാനദണ്ഡങ്ങൾ നിലവിൽ വരുന്നതോടെ നിലവിലുള്ള BS5 1.4 ലിറ്റർ പെട്രോൾ, 1.4 ലിറ്റർ ഡീസൽ, 1.6 ലിറ്റർ ഡീസൽ എഞ്ചിനുകളോട് കൊറിയൻ നിർമ്മാതാക്കൾ വിട പറയും. പകരം കിയ സെൽറ്റോസിന് കരുത്തു പകരുന്ന അതേ എഞ്ചിനുകൾ ഹ്യുണ്ടായി അവതരിപ്പിക്കും. 115 bhp കരുത്തും 145 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന 1.5 ലിറ്റർ പെട്രോൾ, 115 bhpയിൽ 250 Nm ടോർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന 1.5 ലിറ്റർ ഡീസൽ, 140 bhpയിൽ 242 Nm ടോർക്ക് നൽകുന്ന 1.4 ലിറ്റർ ടർബോ പെട്രോൾ എന്നിവയാകും പുത്തൻ ക്രേറ്റയിൽ കമ്പനി വാഗ്ദാനം ചെയ്യുക. ഗിയർ ബോക്സ് ഓപ്ഷനിൽ മാനുവൽ, ഓട്ടോമാറ്റിക് എന്നിവ തിരഞ്ഞെടുക്കാൻ സാധിക്കും. കിയ സെൽറ്റോസ്, നിസാൻ കിക്സ്, റെനോ ഡസ്റ്റർ, മഹീന്ദ്ര XV500 എന്നിവയാണ് പുതിയ 2020 ഹ്യുണ്ടായി ക്രേറ്റയുടെ പ്രധാന എതിരാളികൾ. കിയ സെൽറ്റോസിന്റെ പ്രാരംഭ വില ഈ ഉൽപ്പന്നങ്ങളുടെ പൊതുവായ വിലയുമായി സാമ്യമുള്ളതാണെങ്കിലും ക്രേറ്റയ്ക്കൽപ്പം പ്രീമിയം ബദലായി ക്രേറ്റ വിപണിയിൽ എത്തിയേക്കും. ഉയർന്ന വകഭേദമായ GTX പ്ലസ് പതിപ്പിന് 20 ലക്ഷം രൂപയാകും ഓൺ റോഡ് വില. ദക്ഷിണ കൊറിയൻ ബ്രാൻഡിന്റെ ഇന്ത്യൻ ലൈനപ്പിൽ ഹ്യുണ്ടായി ക്രേറ്റ എല്ലായ്പ്പോഴും ഒരു ജനപ്രിയ തെരഞ്ഞെടുപ്പാണ്. 2015 അവതരിപ്പിച്ചതിനു ശേഷം 5 സീറ്റർ SUV നിരവധി ഉപഭോക്താക്കളുടെ ഫാമിലി കാറായി മാറിയിരുന്നു. വരാനിരിക്കുന്ന പുത്തൻ മോഡലിനും ഇതേ വരവേൽപ്പ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ.